അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, NSSന്റെ നിലപാടാണല്ലോ ഇപ്പോൾ നമ്മുടെ വിഷയം. NSS BJPയെയും തള്ളി പറഞ്ഞിരിക്കുന്നു. നിങ്ങളിൽ വിശ്വാസമില്ല, നിങ്ങൾ നൽകിയ ഉറപ്പുകൾ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ പന്തളത്ത് നടത്തിയ ബദൽ സംഗമത്തിൽ NSS പ്രതിനിധി അയക്കുകയും ചെയ്തില്ല. എങ്ങനെ പ്രതികരിക്കുന്നു ഇപ്പോൾ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ ഇടത് സർക്കാരിന് അനുകൂലമായ അദ്ദേഹത്തിന്റെ വാക്കുകളോട്? NSS ജനറൽ സെക്രട്ടറിയുടെ നിലപാട് ഇടതു സർക്കാരിന് അനുകൂലമായി എന്നുള്ളതല്ല ഇവിടുത്തെ സത്യം. ഇടതുപക്ഷത്തിൻ്റെ നിലപാട് NSSന് അനുകൂലമായി എന്നുള്ളതാണ് വാസ്തവം. അതായത് അയ്യപ്പ ഭക്തന്മാർക്കെതിരെ വളരെ നിഷ്ഠൂരമായ നടപടിയെടുത്ത അധികാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ചെങ്കോൽ പെരുന്നയിൽ കൊണ്ടുപോയി NSS ജനറൽ സെക്രട്ടറിയുടെ കാൽക്കൽ സമർപ്പിച്ച് സമസ്താപരാധം പറഞ്ഞ ഒരു ഇടത് ഗവൺമെൻറ്റിനെയാണ് ഇപ്പോൾ കാണുന്നത്. ഇടത് ഗവൺമെൻറ് NSSന്റെ വഴിയേ വന്നിരിക്കുന്നു. അതാണല്ലോ NSS പറഞ്ഞത്. ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ കടുകിട വിട്ടുവീഴ്ചയില്ലാത്ത NSS നിലപാടിനോട് ഇടത് ഗവൺമെൻറ് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് പ്രതിനിധിയെ അയച്ചത് എന്ന് പറയുമ്പോൾ ഇടതു സർക്കാർ ഇന്നലെ വരെ എടുത്ത നിലപാട് തിരുത്തിയിരിക്കുന്നു, അത് പിൻവലിച്ചിരിക്കുന്നു. അതിനെതിരെ ശക്തമായി നിലപാടെടുക്കുകയും സുപ്രീം കോടതി വരെ പോവുകയും ചെയ്ത NSSന്റെ ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറിയുടെ മുമ്പിൽ ഞങ്ങളെടുത്ത നിലപാട് തിരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ഞങ്ങളെടുത്ത നിലപാട് തെറ്റാണ് എന്ന് സമ്മതിക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ ഇടതുപക്ഷം NSS പക്ഷമായി മാറുകയാണ് ചെയ്തത്. NSS ഒരിക്കലും ഇടതുപക്ഷത്തേക്ക് പോയിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ NSS എടുക്കുന്ന നിലപാടുകൾ ഒരു സമുദായ സംഘടന എന്നുള്ള നിലയിൽ അവർ കാലാകാലങ്ങളിൽ ഓരോ വിഷയങ്ങളിലും അതാതു സമയത്ത് സ്വീകരിക്കാറുണ്ട്. അങ്ങനെ സ്വീകരിക്കുന്ന നിലപാടുകളെ ഒരിക്കലും BJP തള്ളിപ്പറയാറില്ല, അതേപോലെ തന്നെ അതിനെ ആക്ഷേപിക്കാറുമില്ല. അതായത് BJPക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണെങ്കിലും BJPക്ക് എതിരാണെങ്കിലും എന്ത് നിലപാട് സ്വീകരിച്ചാലും ഏത് സമുദായ സംഘടനയാണെങ്കിലും അതിനെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്ന സ്വഭാവമാണ് BJPക്കുള്ളത്. എന്നാൽ CPMന് അങ്ങനെയാണോ? CPMന് ഇഷ്ടപ്പെടാത്ത ഒരു നിലപാട് NSS പറഞ്ഞാലും SNDP പറഞ്ഞാലും അതിന് ബിഷപ്പുമാർ പറഞ്ഞാലും അപ്പോൾ CPM ഉപയോഗിക്കുന്ന ഭാഷ, അവരുടെ സമീപനം എത്ര വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങേയറ്റം നിന്ദ്യവും നീചവും ക്രൂരവും നികൃഷ്ടജീവിയും ഒക്കെയായി മാറുകയില്ലേ ഈ പറയുന്ന സമുദായ സംഘടനകളും നേതൃത്വവും. പക്ഷെ BJPക്ക് അങ്ങനെ ഒരു നിലപാടില്ല. BJPക്ക് ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും അല്ലാത്ത കാര്യമാണെങ്കിലും BJPക്ക് അനുകൂലമാണെങ്കിലും BJPക്ക് എതിരാണെങ്കിലും ആ നിലപാടുകൾ ഇവിടുത്തെ ഏത് സമുദായ സംഘടനാ നേതാക്കന്മാർ പറഞ്ഞാലും അതിനെ തുറന്ന മനസ്സോടെ സ്വീകരിക്കും. അതിൽ രണ്ട് അഭിപ്രായമില്ല. അപ്പോൾ സമുദായ മതസംഘടനകളോട് തുറന്ന സമീപനം എന്നുള്ളത് ഇന്നലെ വരെ ഇല്ലാതിരുന്ന ഇടതുപക്ഷം ഇന്ന് ചെയ്തിരിക്കുന്നത് പരിപൂർണമായ കീഴടങ്ങലാണ്. അത് NSSന്റെ മുമ്പിലായത് നന്നായി. കാരണം NSS ആണ് ഏറ്റവും ശക്തമായ നിലയിൽ ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തെ എതിർത്തിരുന്നത്. അപ്പോൾ ഇടതുപക്ഷം NSSന്റെ മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രീകുമാർ പറഞ്ഞതുപോലെ NSSന്റെ ഒരു കാര്യം, അവർ പ്രശ്നാധിഷ്ഠിതവും സമയാധിഷ്ഠിതവുമായിട്ട് നിലപാടെടുക്കുന്ന സംഘടനയാണ്. നിങ്ങളും യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട RSS യുവതീ പ്രവേശത്തെ അനുകൂലിച്ച് ആദ്യം നിലപാടെടുത്തു. പിന്നീട് NSS അടക്കമുള്ള സംഘടനകൾ എടുത്തിരിക്കുന്ന നിലപാട്, NSS അതിൽ ശക്തമായ നിലപാടെടുത്തു. ആചാരവുമായി ബന്ധപ്പെട്ട മറ്റൊരു നിലപാടെടുത്ത ഘട്ടത്തിലാണ് നിങ്ങളും നിലപാട് മാറ്റിയത്. RSS നേതാക്കൾ തന്നെ തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ആ വഴിക്ക് വരികയായിരുന്നു. ഏത് വഴിക്ക് പോയി എന്നുള്ളതല്ലോ ആത്യന്തികമായി ആ സമുദായ സംഘടനയുടെ പിന്തുണ ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണല്ലോ. ആരാണ് വിട്ടുവീഴ്ച ചെയ്ത് എന്നതിനപ്പുറം അതുവഴി വോട്ട് നേടാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണല്ലോ. അത് നിങ്ങൾക്കില്ല എന്നും അത് കോൺഗ്രസിനില്ല എന്നും അത് ഇടതുപക്ഷത്തിനാണ് എന്നുമല്ലേ ഇപ്പോൾ ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അങ്ങനെയൊന്നുമല്ല. അത് വ്യാഖ്യാനമാണ്. യഥാർത്ഥത്തിൽ ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസ പ്രമാണങ്ങളും കാത്തുസൂക്ഷിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രങ്ങളും പള്ളികളും ദേവാലയങ്ങളും ഒക്കെ. അവിടെ ഭരണഘടനയോ നിയമമോ ശാസ്ത്രമോ ഒന്നുമല്ല അടിസ്ഥാനം. അത് ആചാരമാണ്, അനുഷ്ഠാനമാണ്, വിശ്വാസമാണ്. ആ വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് BJPയുടെ നയം. ശരി, അങ്ങനെയെങ്കിൽ നിങ്ങൾ ആചാരാനുഷ്ഠാനത്തെ ഉയർത്തിപ്പിടിച്ച് നടത്തിയ പന്തളത്ത് നടത്തിയ ബദൽ സംഗമത്തിൽ അഡ്വക്കേറ്റ് ജയസൂര്യൻ, അങ്ങനെ നിങ്ങൾ നടത്തിയ ബദൽ സംഗമത്തിൽ ആചാരവിരുദ്ധമായ പ്രസംഗം ഒരു മഹർഷി നടത്തിയിട്ടുണ്ടല്ലോ. വാവർ മുസ്ലിം തീവ്രവാദിയാണെന്നാണ് സ്വാമി ശാന്താനന്ദ മഹർഷി പറഞ്ഞത്. അതിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്നുള്ളതാണോ, അതോ നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ട് എന്നാണോ? അതിനെയും NSS ജനറൽ സെക്രട്ടറി വിമർശിച്ചിട്ടുണ്ട്. NSS ജനറൽ സെക്രട്ടറിക്കും ആർക്കും ഏതിനെയും വിമർശിക്കാം. അതുപോലെ തന്നെ ആ സ്വാമിജി നടത്തിയ പ്രസംഗം, സ്വാമിജിയുടെ അഭിപ്രായം
എതിർത്തവരുടെ അഭിപ്രായം അങ്ങനെ സ്വതന്ത്രമായി അനുകൂലിക്കാനും എതിർക്കാനുമുള്ള വിശാലമായ രംഗഭൂമിയാണ് ഹിന്ദുത്വം, സനാതനധർമ്മം. അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ അത് ആചാരവിരുദ്ധമല്ലേ? ശബരിമലയിലെ ആചാരവിരുദ്ധമല്ലേ? ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാര സംരക്ഷണമാണല്ലോ നിങ്ങളുടെ അജണ്ട. അപ്പോൾ അവിടെ വന്നിട്ട് ശബരിമലയ്ക്ക് വിരുദ്ധമായ ഒരു പ്രസംഗമല്ലേ അദ്ദേഹം നടത്തിയത്? അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങൾ വിയോജിക്കുന്നുണ്ടെങ്കിൽ വിയോജിക്കുന്നു എന്ന് പറയൂ. ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. കേസെടുത്തോട്ടെ, അതിനൊന്നും പേടിയൊന്നുമില്ല. കേസെടുത്തോട്ടെ. ആചാരമാണോ അനുഷ്ഠാനമാണോ അതിന് വിരുദ്ധമാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ അവിടെ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനമാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ മാധ്യമങ്ങളിലല്ല, ചർച്ചയിലല്ല, രാഷ്ട്രീയക്കാരുമല്ല. ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച് ഏതൊരു ക്ഷേത്രത്തിലും അതിന്റെ അന്തിമ വാക്ക് പറയുന്നത് അവിടുത്തെ തന്ത്രിയാണ്. ആയിക്കോട്ടെ, ബാബർ മുസ്ലിം തീവ്രവാദിയാണെന്ന നിലപാട് ബിജെപിക്ക് ഉണ്ടോ? അത് സംബന്ധിച്ചുള്ള ഏത് ചർച്ചയ്ക്കും മുസ്ലിം തീവ്രവാദിയാണെന്നോ അല്ലെന്നോ ഏതൊരു ചർച്ചയ്ക്കും ഹിന്ദു സംവിധാനത്തിനകത്ത് ഇടമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇത് ഹിന്ദുവിൽ മാത്രമേ ഉള്ളൂ. മറ്റേതെങ്കിലും മതത്തിലാണെങ്കിൽ ഇത് എതിർക്കപ്പെടാം. രാമനെ എതിർക്കുന്നവരുണ്ട്, എതിർക്കുന്നവരുണ്ട്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, വ്യാഖ്യാനിക്കൊന്നും വേണ്ട സ്മൃതി. ഞാനിവിടെ ഉണ്ടല്ലോ. അതായത് ഏതഭിപ്രായവും ആർക്കും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമാണ് ഹിന്ദു ധർമ്മത്തിലുള്ളത്. അത് ആചാര അനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനവും ഹിന്ദു മതത്തിലുണ്ട്. അതവർ ചെയ്തോളും. നിങ്ങൾ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ കലക്കി കുടിച്ചവരാണല്ലോ, നിങ്ങൾക്കത് കൃത്യമായി അറിയാമല്ലോ. അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ, അവിടെ വന്നിട്ട് ബാബർ മുസ്ലിം തീവ്രവാദിയാണെന്ന് പ്രസംഗിച്ച മഹർഷിയുടെ നിലപാടിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനുപോലും ഒരു കൃത്യമായ മറുപടി പറയാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? കൃത്യമായി മറുപടി പറയാം, തടസ്സപ്പെടുത്താതിരുന്നാൽ മതി. ഒരിക്കൽ കൂടി പറയാം. അതായത് ഏതൊരു കാര്യത്തെ സംബന്ധിച്ചും സനാതനധർമ്മത്തിൽ അനുകൂലമായും പ്രതികൂലമായും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. രാവണനെ പൂജിക്കുന്നവരുണ്ട്, ദുര്യോധനെ പൂജിക്കുന്നവരുണ്ട്. അങ്ങനെ ആർക്കും എങ്ങനെയും പൂജിക്കാം. അതാണ് സനാതനധർമ്മം, ഹിന്ദുധർമ്മം. അപ്പോൾ അവിടെ പരസ്പര വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള വിശ്വാസങ്ങളോ സംസാരങ്ങളോ നിലപാടുകളോ ഉണ്ടായാൽ പോലും അതിനെ അംഗീകരിക്കുന്നതായ വിശാലതയാണ് ഹിന്ദുധർമ്മം എന്നാണ് പറഞ്ഞത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.